ഒരു പോലീസുകാരനാണ് ഇതിന്റെ ത്രെഡ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഒറിജിനാലിറ്റി ഉണ്ട്. എനിക്ക് പണ്ട് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. കാര്യം എനിക്ക് വലിപ്പമില്ല, ഞാനൊരു കുഞ്ഞു മനുഷ്യനാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. നിമിഷം എന്നെ പൊക്കി എടുത്തൊരു അടി നിലത്തേക്ക് അടിച്ചു. ഞാൻ പോയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കി. അപ്പോൾ സോറി കേട്ടോ, ഞാൻ ഒരു മിനിറ്റ് ഇങ്ങനെ അപ്പൊ ഞാൻ രാജീവ് മേനോൻ സാറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചു, നിനക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഉണ്ട്, ഫസ്റ്റ് പടമല്ലേ, ആദ്യത്തെ പടമല്ലേ. പുള്ളി പറഞ്ഞു ഇതോടെ കളഞ്ഞു, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിനക്ക് ഇനി ടെൻഷൻ ഉണ്ടാവരുത്, ഒരിക്കലും ഉണ്ടാവരുത്. ബിക്കോസ് കുട്ടി നീ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു, ഇനി നീ ടെൻഷൻ അടിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല. തലവൻ എന്റെ മുമ്പിൽ ഇതാ തലവന്റെ ക്യാപ്റ്റൻ, ഒരു തലവൻ ഇരിക്കുന്നു. ഒറിജിനൽ ക്യാപ്റ്റൻ പുറകിൽ. അങ്ങനെ മുങ്ങി ഞാൻ എവിടെയെങ്കിലും പിടിച്ചോളാം. അതെ, ഞാൻ ചോദിക്കട്ടെ ഞാൻ ജിസിനെ ആദ്യമായിട്ട് കണ്ട ബിഗ് ഫാൻ ഓഫ് യുവർ വർക്ക്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ആദ്യം ഈ ആസിഫിന്റെ മുഖം മാത്രമേ വരുള്ളൂ, ശരിയല്ലേ? നാലാമത്തെ പടല്ലേ? നല്ല കാര്യം. ഐ മീൻ ഓൾ യുവർ ഫിലിംസ്, എസ്പെഷ്യലി ഇന്നലെ വരെയും എല്ലാ സിനിമകളും ആസിഫിന്റെ കൂടെ. അപ്പോൾ ഈ സിനിമയിൽ ആസിഫ് എന്തായാലും ഉണ്ടാവും അറിയാം. ഇത് ഈ ഒരു പ്ലോട്ട് എങ്ങനെയാണ് കൊണ്ട് മുന്നോട്ടേക്ക് വന്നത്? അല്ല, ഇതിന്റെ തിരക്കഥ വേറെ 2 പേരാണ്. അതിൽ ഒരാൾ ഒരു പോലീസ് ഓഫീസറാണ്. അപ്പൊ അങ്ങനെ വന്ന ഞങ്ങൾ ആക്ച്വലി സംസാരിച്ചു തുടങ്ങിയത് വേറൊരു സ്ക്രിപ്റ്റിനെ കുറിച്ചാണ്. പക്ഷെ അതിങ്ങനെ വന്ന് അതിനിടയ്ക്ക് എപ്പോഴും ഇദ്ദേഹം ഇങ്ങനെ ഒരു കഥ പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ആനന്ദ് അല്ലേ എന്താ പേര്? ആനന്ദും ഉണ്ട്, ശരത്തും ഉണ്ട്, 2 പേരും. ശരത്താണ്. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച കഥ പറയുന്നത്. അപ്പോൾ ആസിഫ് അങ്ങ് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ എപ്പോഴും ഞാൻ നമുക്ക് മനസ്സിലായത് ഓക്കെ ആണോ എന്ന് അറിയണമെങ്കിൽ ഇപ്പൊ ആസിഫ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ട് എപ്പോഴും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും, സിനിമ മാത്രമല്ല. അങ്ങനെ ട്രിവാൻഡ്രത്ത് ആസിഫ് അവിടെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് വളരെ ടയേർഡാണ് ആസിഫ്. രാത്രി ഇരിക്കൊണ്ട് 11:30 മണി മറ്റോ കഥ പറയാൻ തുടങ്ങുമ്പോൾ. പക്ഷെ ആ കഥ മുഴുവൻ കേട്ട് വെച്ചപ്പോൾ ആസിഫ് കൊള്ളാടൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ് 2 പേരുമാണ് അതിനകത്ത്. അപ്പോൾ ഓഫ് കോഴ്സ് ഫസ്റ്റ് കമ്മിറ്റ് ചെയ്ത ആസിഫാണ്. രണ്ടാമത് ബിജുചേട്ടൻ്റെ അടുത്തേക്ക് പോയി. ബിജുചേട്ടൻ 2 പേർക്കും അത് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആസിഫിന്റെ കൂമൻ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, കുറ്റവും ശിക്ഷയും സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് എത്ര ഡിഫറെൻ്റ് ആണ് തലവൻ? താങ്കൾക്ക് ഇതിലുള്ള ജേണി? ചേച്ചി, ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. കാര്യം എനിക്ക് വലിപ്പമില്ല, ഞാനൊരു കുഞ്ഞു മനുഷ്യനാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ കുറ്റവും ശിക്ഷയുമാണ് എനിക്ക് ആ കോൺഫിഡൻസ് തന്നത്. അതിൽ ചിലപ്പം രാജീവ് ഏട്ടൻ്റെ ഒരു ബ്രീഫിങ്ങോ ആ സ്ക്രിപ്റ്റിന്റെ ഒരു ഡീറ്റെയിലിങ്ങോ ഒക്കെ ആയിരിക്കാം. എനിക്ക് ആ പോലീസ് ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനോടൊരു ജസ്റ്റിഫിക്കേഷൻ ഞാൻ ചെയ്തു എന്ന് എനിക്ക് തോന്നി. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ 13 വർഷങ്ങൾക്ക് ശേഷം ശ്യാമപ്രസാദ് സാർ എനിക്കൊരു മെസ്സേജ് അയക്കുന്നത് ആ സിനിമ കണ്ടിട്ടാണ്. ഋതുവിന് ശേഷം എൻ്റെ ഒരു സിനിമ കണ്ടിട്ട് സാർ എന്നോട് പറഞ്ഞാൽ മലയാളത്തിൽ എണ്ണം പറഞ്ഞ പോലീസ് ക്യാരക്ടേഴ്സിൽ ഒരെണ്ണമാണ് ഇത് എന്ന് പറഞ്ഞു. അതെനിക്കൊരു ഭയങ്കര ധൈര്യമായിരുന്നു. അപ്പൊ അതിനുശേഷം അഗെയിൻ കൂമനിലേക്ക് വരുമ്പോഴും ജിത്തു ചേട്ടന്റെ കൂടെ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഒരു ക്യാരക്ടർ ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. ഒരു നാട്ടുംപുറത്തെ പോലീസുകാരൻ, ഒരു കോൺസ്റ്റബിൾ ആയിട്ടുള്ള പോലീസുകാരൻ. അപ്പൊ ആ ഡീറ്റെയിലിംഗ് വന്നു. കൂമനും ആളുകൾക്ക് ഇഷ്ടമായപ്പോഴാണ് എനിക്ക് കുഴപ്പമില്ല, ശരിക്കുള്ള പോലീസുകാർ എത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ കുറ്റവും ശിക്ഷ എഴുതിയ സിബി എന്ന് പറഞ്ഞ അദ്ദേഹം പോലീസ് ഓഫീസറാണ്, DYSP ആണ്. സിബി സാറിനെ നമ്മൾ ഒരു പാന്റ് ഷർട്ടൊക്കെ ഇട്ട് റോട്ടിൽ കണ്ടാൽ ഒരു സാധാരണ മനുഷ്യനായിട്ടേ തോന്നുള്ളൂ. അത് എന്നെക്കാളും ചെറിയൊരു മനുഷ്യനാണ്. എഗെയിൻ ഇതിലേക്ക് വരുമ്പോൾ ജിസ് എൻ്റെ അടുത്ത് കഥ പറഞ്ഞു. അപ്പോൾ ഒരു കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള സർവീസിലേക്ക് കയറിയിട്ട് ഒരു 3 വർഷമൊക്കെ ആവുന്ന ഒരു ഓഫീസറാണ്. അപ്പൊ അതിൽ ഈ സ്ക്രിപ്റ്റിൽ തന്നെ ഒരു നല്ല ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പോലീസുകാരനാണ് ഇതിന്റെ ത്രെഡ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഒറിജിനാലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. ജിസ് പറഞ്ഞാല് ജിസിന്റെ കൂടെ ജിസ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ജിസിന്റെ സ്വഭാവം എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ജിസിന്റെ സിനിമ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ജിസ് കഥ പറയാൻ പറ്റും. ഈ പറഞ്ഞില്ലേ 10:45 ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് എന്റെ എക്സൈറ്റ്മെന്റ് അതായിരുന്നു. കാര്യം ആദ്യം ജിസ് ഫീൽ ഗുഡ് സിനിമകൾ മാത്രം ചെയ്യുന്ന, നല്ല നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു സുഹൃത്തായിരുന്നു എന്റെ. പെട്ടെന്നാണ് വന്നിട്ട് എന്റെ അടുത്ത് ഇന്നലെ വരെയുടെ കഥ പറയുമ്പോ അതിന്റെ അകത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ജിസ് ജോയ് സിനിമയായിരുന്നു അത്. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഞാനിങ്ങനെ കുറച്ച് ബ്ലഡ് ഷെഡ് ഒക്കെ ഉള്ള കഥ ഇദ്ദേഹത്തിന് പറയാൻ പറ്റും എന്നുള്ളത് എനിക്കും ഒരു പുതിയ തിരിച്ചറിവായിരുന്നു. അപ്പൊ അതില് ജിസിന്റെ ഇൻവോൾവ്മെന്റ് നമ്മൾ കേട്ട ആദ്യത്തെ സ്ക്രിപ്റ്റിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഷൂട്ടിംഗ് ടൈമിലും ഒക്കെ വന്നു, ഇൻക്ലൂഡിങ് ഡയലോഗ്സ്. അപ്പൊ അത് ജിസിന്റെ കൂടെ സിനിമ ചെയ്യുമ്പോൾ അത് ഗ്രാജുവലി ഉള്ള ഒരു പ്രോഗ്രഷൻ ഉണ്ട് ഈ സിനിമയ്ക്ക്. അത് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കും. ഒരാളെ നല്ലോണം പരിചയം, ഒരാളെ ഒട്ടും പരിചയമില്ല. അതാണ് പരിചയത്തിന്റെ ഇഷ്യൂ ബിജുചേട്ടൻ ഫസ്റ്റ് മൊമെന്റിൽ മാറ്റിക്കളയുന്നു.
വെരി ജോയിൻ പൂജയുടെ തലേ ദിവസത്തെ മീറ്റിംഗിൽ പുള്ളി എനിക്ക് തോന്നുന്നു രാത്രി 11:30 മണിക്കാണ് വന്ന് കയറുന്നത്. വന്ന് കയറ്റം എന്ന് പറയുന്നത് റെഡി ഞങ്ങളെല്ലാം ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. ആ ഒരു 3/4 മണിക്കൂർ കൊണ്ട് പുള്ളി നമ്മൾ എത്രയോ കാലം പരിചയമുള്ള ഒരാളെ പോലെ ആക്കി കളഞ്ഞു. അങ്ങനെ ഒരു കഴിവ് ബീച്ചുണ്ടല്ലോ. ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് അങ്ങനെ അത് കറക്റ്റ് ആട്ടോ. ആ ഒരു ഇപ്പൊ ഞാൻ ചേച്ചി ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. ഞാൻ വന്നു കയറുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ കണ്ടപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചോ. അത്രയും പ്രായം കുറച്ച് താങ്ക് യു. അപ്പൊ അങ്ങനെ ഒരു പോലീസ് സിനിമയിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റോറി ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു മോറൽ ഒരു എത്തിക്സ് ഉണ്ട്. മോറലാറ്റിൻ്റെ അല്ലെങ്കിൽ എത്തിക്സ് ഉണ്ട്. ഈ മോറൽ എത്തിക്സ് ഡൈലമയിൽ ഇത് ബാലൻസ് ചെയ്ത് എങ്ങനെ കൊണ്ട് ഒരു സിനിമ വരുമ്പോൾ ആസ് എ ഡയറക്ടേഴ്സ് വിഷൻ? എനിക്ക് തോന്നുന്നറിയോ, ഇപ്പോഴത്തെ കാലത്ത് ഞാൻ മനസ്സിലാക്കി വരുന്നത് ഒരു പക്ഷേ തെറ്റായിരിക്കാം, ആ മോറൽ എത്തിക്സ് തന്നെ വേണമെന്ന് നിർബന്ധമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പോലും വേണമെന്നില്ല. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങനെ പടം ഇങ്ങനെ വേണം, ഇങ്ങനെ പുരോഗമിക്കണം, ഇങ്ങനെ അവസാനിക്കണം, ഇന്ന് അതൊന്നും വേണ്ടല്ലോ. അത്തരം സാധനങ്ങളെ കട്ട് ചെയ്തുകൊണ്ട് ചിന്തിക്കുന്നതാണ് കുറച്ചും കൂടി പ്രേക്ഷകർക്ക് ഇഷ്ടം തോന്നുന്നത്. അതുകൊണ്ട് ആ ബേർഡൻ ഇപ്പൊ നമുക്കില്ല, ഫിലിം മേക്കേഴ്സിനില്ല. ദാറ്റ്സ് എ ഗുഡ് പോയിന്റ് ആക്ച്വലി. ആസിഫ്, ഈ നമുക്കൊരു അറിയുന്ന തറവാട്ടിലേക്ക് കയറി ചെല്ലുന്ന ഇദ്ദേഹത്തിന്റെ സെറ്റിലേക്ക് പോകുന്നത് നമ്മുടെ ആള്. ബട്ട് ഇതിൽ അങ്ങനെ വല്ല വ്യത്യാസം വേണം. ഒരു പ്രിപ്പറേഷൻ താങ്കൾക്ക് ആവശ്യമില്ല. എന്നിരുന്നാലും പുതിയ റോളിലേക്ക് വരുമ്പോൾ ഈ ഒരു ഇന്നലയിൽ താങ്കളൊരു എന്താ പറയുക സഹിക്കുന്ന ആളായിരുന്നു. നിങ്ങളായിരുന്നു വിക്ടിം. ഇതിൽ അങ്ങനെയല്ല, നിങ്ങൾ വിക്ടിമിനെ കണ്ടുപിടിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു അക്യൂസിനെ കണ്ടുപിടിക്കുന്ന എന്നാണ് എനിക്ക് ട്രെയിലറിൽ നിന്ന് മനസ്സിലായത്. സോ എങ്ങനെയായിരുന്നു അത്? ഇത് പ്രിപ്പറേഷൻ എന്ന് പറയാൻ ചേച്ചി ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. ഇപ്പൊ ജിസിന്റെ സിനിമ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിന്റെ എല്ലാ സ്റ്റേജസിലും ഓരോ ഡെവലപ്മെന്റ്സും നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മളെല്ലാവരും സിനിമ കാണാതെ പഠിച്ചിട്ട് തന്നെയാണ് അവിടെ എത്തിയത്. പിന്നെ ലൊക്കേഷനിൽ ഉണ്ടാകുന്ന കുറെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെയ്തു വരുമ്പോൾ ജിസിന്റേതായ ഒരു പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ ആദ്യം വായിക്കുന്ന സ്ക്രിപ്റ്റും സിനിമ അവസാനിക്കുമ്പോൾ ഉള്ള സ്ക്രിപ്റ്റ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടാവും. ഈ മാറ്റം നമ്മൾ പോലും അറിയില്ല. അത് എല്ലാ ദിവസവും രാത്രി ബീച്ചേട്ടന ആയതുകൊണ്ട് തന്നെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് വന്ന ബീച്ചേട്ടനായിട്ട് നമ്മളെല്ലാവരും ഒന്നിരിക്കണം, ബീച്ചേട്ടന്റെ കൂടെ പാട്ടുകൾ പാടണം. ശരിക്കും ഈ ജിസ് പറഞ്ഞ പോലെ ഇവരാദ്യമായിട്ട് പരിചയപ്പെടുന്നതാണെന്നോ അല്ലെങ്കിൽ ബീച്ചേട്ടനെ പോലെ ഒരു സ്റ്റാർ ഈ സിനിമയിൽ ഉണ്ടെന്നോ എന്നൊന്നും നമുക്ക് തോന്നാത്ത രീതിയിൽ നമ്മളെ കംഫർട്ടബിൾ ആക്കും. അപ്പൊ ഈ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ജിസ് പോയി ഒരു 12 മണിക്കോ 1 മണിക്കോ ഒക്കെ റൂമിൽ പോയിട്ട് ഈ സ്ക്രിപ്റ്റ് മാറ്റി എഴുതി ഇത് രാത്രി കിടക്കുന്നതിന് മുന്നേ വാട്സാപ്പിൽ അയച്ചിടും. ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഇത് കാണുക. എന്നിട്ട് നമ്മുടെ രാവിലത്തെ സെക്ഷന്റെ ഇടയിൽ കൂടി ഇത് വായിച്ചു നോക്കി മനസ്സിലാക്കി ലൊക്കേഷൻ ചെല്ലും. അപ്പൊ അതൊരു ഈ നമ്മളെടുക്കുന്ന പ്രിപ്പറേഷനേക്കാൾ കൂടുതൽ ലൊക്കേഷനിൽ സംഭവിക്കും എപ്പോഴും ജിസിന്റെ സിനിമകൾക്ക്. വേറൊരു പ്രശ്നം, ഞാൻ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ടും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നത് എന്താണെന്നറിയോ? എനിക്ക് ആൾക്കാരെ സസ്പെൻസ് റീലായിട്ട് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കാണുന്നത് എനിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. നിങ്ങളുടെ മാതിരിയുള്ള സസ്പെൻസ് ത്രില്ലറിന്റെ പടത്തിൽ താങ്കൾ ഇത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിപ്പോ വലിയൊരു ചലഞ്ച് തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയ ആളുകൾ എക്സ്ക്ലൂസീവായ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പല സമയത്തും അത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതില് എനിക്ക് തോന്നുന്നു സർപ്രൈസ് എലമെന്റിനോളം തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ. അതുകൊണ്ടാണ് സന്തോഷിക്കുമ്പോൾ ആര് കുറ്റം ചെയ്തു എന്നുള്ളത് നമുക്ക് എന്തായാലും ആദ്യത്തെ ഷോ കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതല്ലേ, അതെങ്ങനെയാ കാണാറ്? ചിലപ്പോൾ ഇപ്പൊ ഹിച്ച്കോക്കിന്റെ പടങ്ങളൊക്കെ നമുക്കറിയാം ആരാ ചെയ്തിരുന്നത്, പക്ഷെ ആൾക്കാർക്ക് അറിയാം, നായകൻ അറിയില്ല. സോ ആ ഒരു ലെവലിൽ പോകുമ്പോഴേ സോ ഇസ് ഇറ്റ് എൻ ഇൻട്രസ്റ്റിംഗ് വേ ഓഫ് ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്? നിങ്ങൾക്ക് ഇത് ഇവോൾവ് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഒരിക്കൽ ഒരു 2 വർഷം മുമ്പ് സഞ്ജയ് ബോബിയിലെ സഞ്ജയ് എനിക്ക് കിരീടം എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഇപ്പോ ആരോ യൂട്യൂബിലുണ്ട്, അത് ആരോ കട്ട് ചെയ്ത് ഏറ്റവും കറണ്ട് ആയിട്ട് ആരോ കട്ട് ചെയ്തിട്ട് കിരീടത്തിന്റെ ട്രെയിലർ അയച്ചു തന്നു. നമ്മൾ കണ്ടിരിക്കുന്ന സോ കോൾഡ് സിനിമ കിരീടത്തിന്റെ ട്രെയിലർ ഇപ്പോഴത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഭയങ്കര സ്മാർട്ടായിട്ടൊരു എഡിറ്റ്. ഞാൻ സഞ്ജയ് ചോദിച്ചു ഗംഭീരമായിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സഞ്ജയ് ഇതിനകത്ത് ഇപ്പോ നമുക്ക് എല്ലാം കഥയും മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ സഞ്ജയ് പറഞ്ഞൊരു കാര്യമുണ്ട്, സിനിമ മാറി, ഇനി നമ്മൾ ഹൗ എന്നതിനാണ് ഇമ്പോർട്ടൻസ്. ആര് എന്നതിനൊക്കെ എങ്ങനെ എന്നുള്ള സാധനമാണ് ആൾക്കാർ കുറെ കൂടി. ചേച്ചി ചോദിച്ചതിന്റെ മറുപടി അതാ. ചിലപ്പോൾ ഒരു പക്ഷേ മറ്റേ വില്ലൻ ആരാണെന്നൊക്കെ മനസ്സിലാകുമായിരിക്കും, പക്ഷെ എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തു, എങ്ങനെ ചെയ്തു, അതിനാണ് കുറെ കൂടി ഇപ്പൊ. അതൊരു ഇതാണ് ഈ സിനിമ ഷൂട്ടിംഗ് സമയത്ത്, നിങ്ങളുടെ തലവൻ എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് എന്തെങ്കിലും ഒരു സംതിങ് വിച്ച് ഡെഫിനറ്റ്ലി ഒരു സിനിമയിലേക്ക് ഒരു ലേണിംഗ് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും? തമാശയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിനടുപ്പിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ?
തമാശകൾ കുറെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം ഈ ബിജുവേട്ടന്റെ സെറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന പോലെ നമുക്ക് അങ്ങനത്തെ ഒരു മനസ്സാണ്. ഐ മീൻ സെറ്റിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബിജുവേട്ടൻ സെറ്റിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ആവശ്യമില്ലാത്ത ഭയങ്കര സീരിയസ്നെസ് ഒക്കെ ഇരിക്കുന്നുണ്ട്, ഭയങ്കര. അപ്പം നമ്മളായിരിക്കും ഇന്നലെ രാത്രി 4 മണി വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ അല്ലായിരുന്നല്ലോ. രാവിലെ വരുമ്പോൾ ഒരു ചെറിയ, പക്ഷെ വൈകുന്നേരം ആവുന്നോറും അതിങ്ങനെ മാറി 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 ആസ്വദിക്കുന്ന അങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും ഇങ്ങനെ മാറിയിരിക്കാനോ ഒരു വഴക്കെട്ടിരിക്കാനോ ഒരു സാഹചര്യം ബിജുവേട്ടന്. ഇവര് രണ്ടുപേരും കൂടി ചേരുമ്പോൾ ഒരു വേറൊരു ആ ഒരു സീനിയോറിറ്റിയുടെ ഒരു അതിർവരം ഇവർക്ക് ബിജുവേട്ടൻ കൊടുത്തിട്ടില്ല, ബിജുവേട്ടൻ ആവശ്യമില്ല എന്നുള്ളത്. കൊച്ചിറക്കാന്ന് വിളിക്കുക. ഞാൻ പല സമയത്ത് ഇപ്പൊ ബീച്ചേട്ടന്റെ റൂമിന്റെ ഒരു എക്സ്ട്രാ കീ എന്റെ കയ്യിൽ ഉണ്ടാവുന്ന ദിവസങ്ങൾ വരെ ഉണ്ടാവാറുണ്ട്. പല ദിവസവും ബീച്ചേട്ടന് ഇപ്പൊ ഷൂട്ടില്ലെങ്കിൽ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷൂട്ടില്ലാത്ത ദിവസമാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഈ നമ്മുടെ വീട്ടിൽ കാണില്ലേ കുട്ടികളൊക്കെ എഴുന്നേറ്റ് വന്ന് അപ്പൻ്റെ അമ്മയുടെ കൂടെ കയറി കിടക്കണ പോലെ ഞാൻ പോയി എൻ്റെ റൂമിൽ നിന്ന് വന്ന് തുറന്ന് ബീച്ചറിന്റെ കൂടെ കയറി കിടന്ന് ഞങ്ങൾ വർത്താനം പറഞ്ഞ് കുറച്ചു നേരം കിടന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരുമിച്ച് കഴിക്കും. അപ്പൊ ചില ദിവസം നമ്മൾ കയറി ചെല്ലുമ്പോൾ വേറെ ഒരു 3-4 പേര് പുതച്ച് കിടക്കുന്നുണ്ടാവും. സീരിയസ്ലി. അത് ഈ ബിജു മേനോൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറിനെയാണ് നമുക്കറിയാം. ബിജു മേനോൻ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരു വ്യത്യാസവും ഇതുവരെ സംഭവിക്കാത്തൊരു സുഹൃത്താണ്. അന്ന് മുതൽ എങ്ങനെയാണോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ബീച്ചറിന്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, ഇപ്പൊ എന്റെയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പാമ്പാടി പറഞ്ഞിട്ട് അവരൊക്കെ ഈ പറഞ്ഞ പോലെ ബീച്ചറിന് ഒരാഴ്ച കാണാതിരിക്കാൻ പറ്റൂല. ഒരാഴ്ച കഴിയുമ്പോൾ ഇവര് എല്ലാവരും എങ്ങനെയും ഒക്കെ തട്ടി തടഞ്ഞ് ലൊക്കേഷനിൽ വരും. അപ്പൊ ഈ തലശ്ശേരിയൊക്കെ ആയതുകൊണ്ട് വന്നാൽ ഒരു 3-4 ദിവസം നിൽക്കാതെ പോകാൻ പറ്റില്ല, അത്ര യാത്ര ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഞാനൊരു ദിവസം ഇതുപോലെ ഡോറ് തുറന്ന് കയറുമ്പോ ഗസ്റ്റ് റൂമിൽ ഒരു 2 പേര് എക്സ്ട്രാ ബെഡ് കിടക്കുന്നുണ്ട്, അകത്ത് ബെഡ്റൂമിൽ 2 പേര് കിടക്കുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ തലവഴി പുതച്ചാ കിടക്കണം. ഞാൻ ഇങ്ങനെ പോയിട്ട് ഇത് മേനോനല്ല ഇങ്ങനെ പോയി നോക്കുമ്പോ എന്റെ അടുത്ത് എന്താടാ കൊച്ചിറക്ക. ആസിഫിനെ റിപ്പീറ്റ് ചെയ്ത മാതിരി തന്നെ താങ്കളുടെ സുഹൃത്തായിരിക്കും ദീപക് ദേവ്, അദ്ദേഹത്തിനാണ് ഈ സിനിമയുടെ മ്യൂസിക്. അപ്പൊ ഈ മ്യൂസിക്കിനെ കുറിച്ചും ഈ പോലീസ് സിനിമകളിൽ മ്യൂസിക് ചെയ്യുമ്പോൾ താങ്കൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. പോലീസ് സിനിമകളിൽ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ പടത്തിന് ദീപക് ദേവിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ വെച്ചത്. കാരണം ഇപ്പൊ കഴിഞ്ഞ പടം ദീപക് ദേവ് അല്ലായിരുന്നു, അതിന് മുന്നത്തെ സിനിമയും ദീപക് ദേവ് അല്ലായിരുന്നു. എനിക്കൊന്ന് വിജയ് സൂപ്പറും ദീപക് ദേവ് അല്ല, ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത് ബൈസിക്കിൾ ദിവസം സൺഡേ ഹോളിഡേ ആണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ദീപകിന്റെ ഇപ്പൊ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം സ്കോർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത്രയും വലിയ സ്കെയിൽ അല്ലെങ്കിൽ 7th ഡേ എന്ന് പറഞ്ഞ സിനിമ, ആ 7th ഡേ ഒക്കെ കണ്ടിട്ടാണ് ഇത് അദ്ദേഹത്തിന് ക്യാരി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതും പറ്റും. പിന്നെ ദീപകിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ദീപകിനെ എത്രത്തോളം ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഒരു ഏറ്റവും അടുത്തുനിന്ന് മനസ്സിലാക്കിയിട്ടുള്ള, ഒരുമിച്ച് പാട്ടുകൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ദീപകിന് ഈ പറയുന്ന കർണാട്ടിക് ഭയങ്കര ബേസ് ഉണ്ട്, ഈ പറയുന്ന അത് വെസ്റ്റേൺ ബേസ് നന്നായിട്ടുണ്ട്. ഈ രണ്ടും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമാണ് ഈ സാധനം. പിന്നെ ഒരു സമയത്ത് ഒരുപാട് പടങ്ങൾ ചെയ്യുന്നത് ഏറ്റവും പുള്ളി തന്നെ ഇരുന്ന് ചെയ്യണം എന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ടൈം ചിലപ്പോൾ കൂടുതൽ എടുക്കുമായിരിക്കും. പക്ഷെ പുള്ളിക്ക് ആ ഒരു പുള്ളിയുടെ ഒരു സൗണ്ടിങ് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പുള്ളിയുടെ എനിക്ക് എപ്പോഴും ദീപകിന്റെ ഒരു ക്വാളിറ്റി കണ്ടിരിക്കുന്നത്, ഫസ്റ്റ് ടൈം സിനിമ കാണില്ലേ ഒരുമിച്ചിരുന്നു, വേറെ ആരുമില്ല ദീപകിന്റെ സ്റ്റുഡിയോയിൽ, ഞാനും ദീപക് മാത്രമായിട്ടിരുന്ന് കാണുന്ന ആദ്യത്തെ കാഴ്ച ഞാൻ എപ്പോഴും ദീപകിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. ഭയങ്കര ഷ്രൂഡാണ്, പെട്ടെന്ന് ഈ കല്ലിയടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ ടപ്പേന്ന് പറയും, കറക്റ്റായിട്ട് പറയും. അതൊരു മ്യൂസിക് ഡയറക്ടർക്ക് അങ്ങനെ ഒരു സെൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അഡീഷണൽ ക്വാളിറ്റിയാണ്. ഞാനത് എഴുതിയെടുക്കും, അത് അപ്പത്തിന് എഡിറ്റിൽ അത് അതിൻ്റെ മാറ്റങ്ങൾ വരും. അങ്ങനെ ഒത്തിരി ഈ പടത്തിൽ ദീപകിന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. എസ്പെഷ്യലി 2 പാട്ടാണ് ഈ സിനിമയിലുള്ളത്. ഒന്ന് ഇപ്പോൾ നമ്മൾ റിലീസാക്കിയ തീം സോങ് ആണ്, തീച്ചുരുളിയിൽ എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് മറ്റേ പാട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു ദീപക്, ഇത് എനിക്ക് കുറച്ച് കട്ടിയുള്ള വോയിസ് വേണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ്. അപ്പോൾ കട്ടിയുള്ള വോയിസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദാസേട്ടൻ്റെ വോയിസൊക്കെ പോലെ കട്ടിയുള്ളൊരു വോയിസ് വേണമെന്ന് പുള്ളി വൈകുന്നേരം വിളിച്ചിട്ട്, അങ്ങനെയാണെങ്കിൽ ബിജു മേനോനെ കൊണ്ട് പാടിച്ചില്ല, അതിനും കട്ടിയുള്ള വോയിസ്. അതൊരു കട്ടിയുള്ള തീരുമാനമായിരുന്നു. ബിജു ചേട്ടനോട് പറഞ്ഞു, അറിയാലോ പൊതുവെ ഭയങ്കര ഷൈ ആണ്. അല്ല സമ്മതിക്കാനായിരുന്നു ബുദ്ധിമുട്ട്, പാടാനായിട്ട്. പക്ഷെ ഒരു 2-3 മണിക്കൂർ കൊണ്ട് പാടി. നമ്മളതിന്റെ മേക്കിംഗ് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തു, നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഒരു പോലീസ് സിനിമ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതിന്റെ പ്രൊസീജിയറിലാണ്.
ഒരുപാട് സിനിമകൾ വന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വൺ മോർ പോലീസ് സ്റ്റോറി എന്ന് പറയുന്ന രീതിയിലേക്ക്, അപ്പോൾ അതിനെ ഡിഫറെൻ്റ് ആക്കാൻ എങ്ങനെയാണ് ജിസ് ശ്രദ്ധിച്ചിരിക്കുന്നത്? ശ്രമിച്ചിട്ടുള്ളത് അത് പറഞ്ഞാൽ ഇതിന്റെ ആ സസ്പെൻസ് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇത് ഞങ്ങൾ ബോധേഡായിരുന്നു. ഇത്രയും സിനിമകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്, ഇത്രയും കുറ്റാന്വേഷണം, ഇപ്പം എന്താ പറയുക, എല്ലാ തരത്തിലും ഇപ്പം ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ പോലും സിനിമകൾ ഉണ്ടാവുന്നുണ്ട്, കുറ്റാന്വേഷണ സിനിമകൾ, സാധാരണക്കാരൻ അന്വേഷിക്കുന്ന സിനിമകൾ ഉണ്ടാവുന്നു. അപ്പം അതല്ലാതെ നമുക്കിത് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇതിന്റെ തിരക്കഥയിൽ ഞങ്ങളൊക്കെ ഏറ്റവും തിരക്കഥയിൽ മാറ്റിയത്. ആയിട്ട് വരുന്ന ചില കാര്യങ്ങൾ മാറ്റാൻ എന്തൊക്കെ ശ്രമിച്ചിട്ടുണ്ട് യൂഷ്വൽ സിനിമകൾ? കാരണം വെച്ചാൽ ഇപ്പോൾ ചേച്ചി പണ്ടത്തെ ഒരു ഫിലിം മേക്കിങ്ങിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു ഡയലോഗ് പോലും മാറ്റാൻ സമ്മതിക്കാത്ത റൈറ്റേഴ്സ് ഉണ്ട്. ഇപ്പോഴുണ്ട്, സ്റ്റില്ലുണ്ട്. ഒരു ഡയലോഗ്, ഒരു വാചകം ആസിഫൊക്കെ വർക്ക് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞ് അപ്പോൾ തന്നെ കട്ട് പറഞ്ഞു. ആ സിനിമ അതിൽ നിന്നൊക്കെ മാറി കുറെ കൂടെ സ്വാഭാവികമായിട്ട് മാറിയല്ലോ. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാ കാര്യത്തിലും, ഇപ്പോൾ സ്ക്രിപ്റ്റ് റീഡിംഗ് ഉൾപ്പെടെ എല്ലാവരും ചേർന്നിരുന്നിട്ടാണ്. സോ ആസിഫിന് അഭിപ്രായം പറയാം, ബിജുവിന്റെ അഭിപ്രായം പറയാം, സംയുക്ത ചേച്ചി സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചേച്ചി ഷൂട്ടിന് മുമ്പ് തന്നെ വായിച്ചു. ആ ഫസ്റ്റ് ഡ്രാഫ്റ്റ് തന്നെ വായിച്ചിട്ടുണ്ട്. അത് കൃത്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇത് ഇങ്ങനെ ആക്കിയാൽ നല്ലതായിരിക്കും. നമ്മൾ എല്ലാം കേട്ടിട്ട് ഇതെല്ലാം, അത് ആസിഫ് പറഞ്ഞില്ലേ, ഞാൻ രാത്രി ഇരുന്ന് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ രാവിലെ ഇരുന്ന് ഇതെല്ലാം തലേദിവസം ഡിസ്കഷനിൽ. കാരണം ചേച്ചി പാട്ട് പാടും, നമ്മൾ ചേട്ടൻ്റെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും, നമ്മൾ അടിച്ചു പൊളിക്കുക ഒക്കെ ശരിയാണ്. പക്ഷെ ഇതിൻ്റെ എല്ലാം ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് നാളത്തെ എൻ്റെ സിനിമയ്ക്ക് ഇത് എന്ത് ഗുണം ചെയ്യുന്നതാണ്. അതിനപ്പുറത്തെ ഒന്നും എനിക്ക് ആവശ്യമില്ല. ആസിഫ്, ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരിക്കുന്ന ഡയറക്ടറിന്റെ കൂടെ, അതും ഫ്രണ്ടിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഈ സൗണ്ട് മോഡുലേഷൻ അദ്ദേഹം ഒരുപാട് അതിനെക്കുറിച്ച് എന്തെങ്കിലും എൻ്റെ സിനിമയിൽ എൻ്റെ ഡയലോഗ് ഡെലിവറിക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മേജർ കാരണം ഇദ്ദേഹമാണ്. ബൈസിക്കിൾ തീവ്സ് മുതൽ എൻ്റെ ഡബിങ്ങിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ജിസ് കൊണ്ടുവന്നിട്ടുണ്ട്. മോഡുലേഷൻസ് ആണെങ്കിലും ഈ പിച്ചിലുള്ള വേരിയേഷൻസ് ആണെങ്കിലും ഒക്കെ ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് ഗൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞൊരു ഫ്രീഡം ഉണ്ട് ജസ്സിനെ എഴുതുന്ന സമയത്ത്, ഡയലോഗ്സ് എഴുതുന്ന സമയത്ത് ഞാനിത് എങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യാന്നുള്ളത് ജസ്സിന് ഏകദേശം ഒരു ധാരണ എപ്പോഴും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുമ്പോൾ അല്ലെങ്കിൽ ചില വാക്കുകളിൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ അർത്ഥം മാറുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൊക്കേഷനിൽ തന്നെ കറക്റ്റ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ഡബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വലിയൊരു അഭ്യാസം കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഇതൊരു വലിയ പ്രോസസ്സാണെന്ന് ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്നവർക്ക് ഒന്നും ഫീൽ ചെയ്യാത്ത, അതായത് ഈ സീനിലേക്ക് കയറ്റുന്നത് ഞാൻ അറിയിക്കില്ല. പുതിയതായിട്ട് വരുന്നവർക്കാണെങ്കിലും ഞാൻ ഒട്ടും അറിയിക്കില്ല. അത് നമ്മളത് സീൻ എടുക്കാൻ തുടങ്ങുന്നു ആ ഒരു സാധനമേ ഇല്ല. സംസാരിച്ചിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ അത് പറയുമ്പോഴാണ് ഫൈറ്റ് സീൻ ചോദിക്കണം എനിക്ക് ആവശ്യം. ഇന്നലെ വരെയില് നമ്മുടെ നിമിഷയുടെ സീനല്ലോ നമ്മളിങ്ങനെ OTT-ലായി കാണുന്നേ, എന്നിട്ട് പോലും എഡ്ജ് ഓഫ് ദ സീറ്റ് ആയിരുന്നു ആ സാധനം. അപ്പൊ അങ്ങനെയുള്ള മൊമെന്റ്സ് ഉണ്ടോ തലവനില്? തലവനിൽ അതെല്ലാം ഉണ്ട്, അങ്ങനെയുള്ള എല്ലാം ഉണ്ട് അതിനകത്ത്. ഈ നമ്മള് ഇന്നലെ വരെ ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രഷർ എന്ന് പറയുന്നത് എല്ലാവരും എൻ്റെ സൈഡിൽ നിന്ന്, ഈവൻ സ്റ്റണ്ട് മാസ്റ്റർ ഉൾപ്പെടെ പ്രഷറൈസ് ചെയ്യാണ്. ആസിഫും ആന്റണി പെപ്പയുമായിട്ട് വേണം ഫൈറ്റ്, കാരണം ആന്റണി ഉള്ളതുകൊണ്ട് ഫൈറ്റ് വേണം എന്ന് പറയുന്ന അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പൊ എന്റെ പ്രശ്നം, എനിക്കത് വേണ്ട. അത് മറ്റേ പടങ്ങളിൽ കാണുന്നുണ്ടല്ലോ, എനിക്ക് കാണാത്തൊരു പരിപാടി, ഒരു ആൺ പെൺ ഫൈറ്റ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അത് ഞാൻ അന്ന് പറഞ്ഞോ എന്ന് എനിക്ക് തോന്നുന്നു. പെപ്പയായിട്ടായിരുന്നു നല്ലത് ഫൈറ്റ്. കാര്യം ഞാൻ ഓടി വരുന്നു, നിമിഷ ഡോറ് തുറന്ന് കയറി വരുന്നു, ഞാനിങ്ങനെ ബാക്കിലേക്ക് മാറി നിൽക്കുന്നു. ഇവളെ ഞാൻ ബാക്കിൽ നിന്ന് പിടിച്ച് മറിച്ചിട്ടിട്ട് ഞാൻ ഓടുമ്പോ ഇവളെ എന്നെ ഇങ്ങനെ പിടിച്ച് കാല് തട്ടി പൊക്കി നിലത്തേക്ക് ഇടുന്നുണ്ട്. അപ്പൊ ഞാനിത് സ്വാഭാവികമായിട്ടും ഇന്നത്തെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഇത് പറയാമോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഒരു സ്ത്രീ ആണെന്നുള്ളൊരു കൺസിഡറേഷനിൽ ഞാനിത് വളരെ ലൈറ്റ് ആയിട്ട് ചെയ്യുകയും നിമിഷം എന്നെ പൊക്കിയെടുത്തൊരു അടി നിലത്തേക്ക് അടിച്ചു. ഞാൻ ഇങ്ങനെ പോയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കി. അപ്പൊ ഇവളോ സോറി കേട്ടോ, ഞാൻ ഒരു മിനിറ്റ് ഇങ്ങനെ. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ ഇവള് എന്താ മഹാരാഷ്ട്ര ചാമ്പ്യനോ അങ്ങനെ എന്തോ ഉണ്ട് ജൂഡോയില്. അപ്പൊ ഇവള് ഒരു മിനിറ്റ് ഇത് ചാമ്പ്യൻഷിപ്പ് എന്താണോ എന്ന് പറഞ്ഞ് എന്നെ പൊക്കിയെടുത്തോ. പിന്നെ ചേച്ചി ഞാൻ ശരിക്കും ആ ഫൈറ്റിൽ മുഴുവൻ ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിച്ചു. ആ മുടി പിടിച്ച് വലിച്ചതും ഡോറിലടിച്ചതും ഒക്കെ ഞാൻ മനസ്സറിഞ്ഞിട്ട് ചെയ്തു. അതിന്റെ സൗണ്ട് റെക്കോർഡ് ലൈവായിട്ട് എടുത്തിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. അതായത് കുറെ കാലങ്ങളായിട്ട് സിനിമയിൽ പോയിട്ട് സ്വന്തം സിനിമ തിയേറ്ററിൽ പോയിട്ട് ടെൻഷൻ അടിച്ചിട്ടില്ല, OTT-ലായിരുന്നു. അപ്പൊ ആ ടെൻഷൻ ഉണ്ടോ? സത്യമായിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. അത് ഒരിക്കലും ഒരു അഹങ്കാരമായിട്ട് പറയുന്നതല്ല കേട്ടോ. ബൈസിക്കിൾ തീവ്സ് എന്ന് പറഞ്ഞ എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ, സിനിമ ഇറങ്ങാനായിട്ടൊരു 2 ആഴ്ചയുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നത് ചെന്നൈയിലാണ്. ദീപക് ദേവിൻ്റെ സ്റ്റുഡിയോ അന്ന് അവിടെയായിരുന്നു. രാജീവ് മേനോൻ സാറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചു, നിനക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു.
ഞാനുണ്ട്. ഫസ്റ്റ് പടമല്ലേ, ആദ്യത്തെ പടമല്ലേ. പുള്ളി പറഞ്ഞു ശരി. ഇതോടെ കളഞ്ഞു. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിനക്ക് ഇനി ടെൻഷൻ ഉണ്ടാവരുത്, ഒരിക്കലും ഉണ്ടാവരുത്. ബിക്കോസ് കുട്ടി നീ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. ഇനി നീ ടെൻഷൻ അടിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല. നീ എഡിറ്റിംഗ് ചെയ്തു, നീ ഡബിങ് എല്ലാം കഴിഞ്ഞു. ഇനി ടെൻഷനേ അടിക്കരുത്. സിനിമ റിലീസിന്റെ അന്ന് രാവിലെ ഞാനിപ്പോൾ 7 മണി 7:30 ബസാമ വിളിക്കുകയാണ്, ജിസേട്ടാ എന്ത് ചെയ്യാ? ഞാൻ ഉറങ്ങുമായിരുന്നു. അയ്യോ ഉറങ്ങിയോ? ഞാൻ ഉറങ്ങി. അതെങ്ങനെ ഉറങ്ങാൻ പറ്റുന്നു? നിങ്ങളുടെ ആദ്യത്തെ പടം റിലീസല്ലേ, ഇവിടെ ഒരാൾ ഉറങ്ങുന്നില്ല. ഈ തലവൻ തലപ്പത്ത് തന്നെ ഇരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.